കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ സിപിഐഎമ്മിനെതിരെ ആരോപണം കടുപ്പിച്ച് കൗൺസിലർ കലാരാജു. സിപിഐഎം നേതാക്കളിൽ നിന്ന് നേരിട്ടത് കൊടിയ ആക്രമണം എന്നായിരുന്നു കലയുടെ പ്രതികരണം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കലയുടെ തീരുമാനം. എന്നാൽ UDF തങ്ങളുടെ കൗൺസിലറെ തട്ടിയെടുത്തുവെന്നാണ് സിപിഐഎമ്മിന്റെ വാദം. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കൗൺസിലർ കലാരാജു ഉന്നയിക്കുന്നത്. CPIM പ്രവർത്തകർ വസ്ത്രം വലിച്ചു കീറിയെന്നും കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കലാരാജു പ്രതികരിച്ചു. വാക്കുകൾ കൊണ്ട് അപമാനിച്ചത് വേറെ, മാനസികമായിട്ട് അവരെ ഒരുപാട് ഹറാസ് ചെയ്താണ് സംസാരിച്ചത്, ഹർട്ട് ചെയ്താണ് സംസാരിച്ചത്. അതേസമയം ആരോപണം തള്ളി CPIM നേതൃത്വവും രംഗത്തെത്തി. UDF LDF കൗൺസിലറെ തട്ടിയെടുത്ത് ഭരണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നാണ് CPIM വിശദീകരണം. കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയത് മറ്റ് കൗൺസിലർമാർക്കൊപ്പമാണെന്നും വൈദ്യപരിശോധന അടക്കം നൽകിയെന്നുമാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ അവകാശവാദം. സംഭവത്തിൽ പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി UDF നൽകിയ പരാതിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. അഡീഷണൽ SP-യോടും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യോടും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഉത്തരവിട്ടു. അഡീഷണൽ SP N കൃഷ്ണനാണ് കേസ് അന്വേഷണത്തിന്റെ ചുമതല. സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിൽ അനൂപ് ജേക്കബ് MLA അടക്കമുള്ള UDF പ്രവർത്തകർക്കെതിരെയും UDF പ്രവർത്തകരെ മർദ്ദിച്ചതിനാണ് LDF പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തത്. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കമുള്ളവർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി. ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ആസിഫ് മുഹമ്മദ് ചേരുന്നു. ലക്ഷ്മി, തീർച്ചയായും ഇപ്പോൾ നമ്മളോടൊപ്പം ചെയർപേഴ്സൺ ചേരുകയാണ്. മാം, ഇന്നലെ ഉണ്ടായ സംഭവം, ഇപ്പോൾ ഈ കലാരാജു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു, പിന്നെ തന്നെ ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിച്ചു, വധഭീഷണി മുഴക്കി എന്നുള്ളത്. ഇന്നലെ ആ സമയത്ത് മാമഴക്കുള്ളവരുണ്ടായിരുന്നല്ലോ, എന്താണ് ശരിക്കും? ഞങ്ങൾക്ക് 18-ാം തീയതി അവിശ്വാസപ്രമേയ നോട്ടീസ് UDF നൽകിയിരുന്നു. അവിശ്വാസപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 10 മണിയോടുകൂടി ഞാനവിടെ വന്നു ചേർന്നു. ഞാനും വനിതാ കൗൺസിലർമാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ LDFൻ്റെ നിർദ്ദേശം അവിശ്വാസപ്രമേയ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാനാണ്. ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് വരുന്ന കൗൺസിലർമാരെ ഓരോരുത്തരായിട്ട് അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നഗരസഭയുടെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഇവിടുന്നൊക്കെയോ കുറേ ഖദർദാരികളായ ആളുകൾ അവിടെ വന്നു. ഞാൻ ഇന്നുവരെ കാണാത്ത കുറേ ആളുകളും കുറേ UDFൻ്റെ നേതാക്കന്മാരും എല്ലാം അവിടെ വന്നു ചേർന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഈ കലാരാജു അവിടെ കാറിൽ വന്നിറങ്ങുന്നത്. ഞങ്ങളെല്ലാവരും കൂടി അവരോട് ഈ കാര്യം പറയാനായിട്ട് ചെന്ന സമയത്താണ് എവിടുന്നൊക്കെയോ ആക്രമണങ്ങൾ. എൻ്റെ കാലിനൊക്കെ നല്ല നീരാണ്, ചവിട്ടി വീഴിച്ചു എന്നെ. നമ്മുടെ ഇടക്കാട്ടുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയകുമാറാണ് ഞങ്ങളെ ചവിട്ടി വീഴിച്ചത്. അതുപോലെ ഞങ്ങളുടെ സാരിയിൽ, എന്നോടൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർമാരുള്ള ബ്ലൗസൊക്കെ വലിച്ചു പറിച്ചു. എൻ്റെ സാരിയിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. എൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ചു. മുട്ടടിച്ചാണ് ഞാൻ റോഡിൽ വീണത്. അപ്പോൾ മുട്ടിന് നല്ല സ്വെല്ലിങ്ങും ഉണ്ട്, വേദനയൊക്കെ ഉണ്ട്. എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ ഇതുവരെ ഒരു നഗരസഭയിലും കാണാത്ത രീതിയിൽ. ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ, ഒരു അവിശ്വാസപ്രമേയ ചർച്ച ഒരു നഗരസഭയിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. അവിടെ ഈ നാട്ടിലെ 1-2 MLA-മാരും അതുപോലെ UDFൻ്റെ അവിടെ ഒരിക്കലും വരാത്ത കുറേ നേതാക്കന്മാരും, അതുപോലെ K ജയകുമാർ, പ്രിൻസിപ്പൽ ജോണാണ് എന്നെ കൂടുതൽ ആക്രമിച്ചത്. അതുപോലെ റെജി ജോൺ, അതുപോലെ ബോബൻ വർഗീസ്, ഇവരൊക്കെ ഞങ്ങളുടെ വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചവരിലുണ്ട്. ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. ഈ 4 വർഷം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വനിതകളെ ആക്രമിക്കുക എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമാണോ എന്ന് എനിക്കറിയില്ല. കലാരാജു മാമിൻ്റെ ഒക്കെ അല്ലേ പോയത്? ഈ അവർ പറയുന്നത് ഈ പുരുഷ നേതാക്കന്മാരൊക്കെ DYFI അടക്കമുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു ഈ വലിച്ചൊഴിച്ചുകൊണ്ട് പോകാൻ, വനിതാ കൗൺസിലർമാരല്ല മാത്രമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. എന്നെ ചവിട്ടി വീഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനവിടെ വീണിരുന്നു. അതിനിടയ്ക്ക് ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയില്ല. എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷ കൗൺസിലർമാരാരും അവിടെ ഉള്ള ആ സ്ത്രീയെ വലിച്ചടിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ 25 പേരും ഇതുവരെ ഒരുമിച്ചാണ് നഗരസഭയിൽ ഈ 4 വർഷം പോയിട്ടുള്ളത്. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെയാണ് പോയത്. പെട്ടെന്ന് ഇവർക്ക് എന്താണ് പ്രകോപനം ഉണ്ടായെന്നറിയില്ല. കലാരാജു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൗൺസിലറാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പാർട്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകരടക്കം പോസ്റ്റർ പതിപ്പിച്ചും ഞങ്ങളടക്കം പ്രവർത്തിച്ചും ജയിച്ചു വന്ന കൗൺസിലറാണ്. അവരങ്ങനെ ഞങ്ങൾക്കെതിരെ പരാതി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയ ആളുകളാണ്. ഈ UDF-ന്റെ ആക്രമിച്ചെന്ന് പറഞ്ഞ നേതാക്കൾ അവർ പുറത്തു നിന്നുള്ളവരായിരുന്നു? അവിടെ ഉള്ളവരല്ല. റെജി ജോണും PC ജോസും പ്രിൻസിപ്പൽ ജോണും ഒക്കെ നമ്മുടെ ഇവിടെ ഉള്ളവരാണ്. ജയകുമാർ, വിൽസൺ കെ ജോണൊക്കെ ആ സമയത്ത് അവിടെ വന്നു ചേർന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ നേരത്തെ തന്നെ ഇത് ആക്രമണം മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കലാരാജുവിന് നേരത്തെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടില്ലായിരുന്നോ നമ്മളിങ്ങനെ മാറി? അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയിപ്പ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അവർ ഒരു ദിവസം വിളിച്ചപ്പോൾ പള്ളുരുത്തിയിൽ ചേടത്തിയുടെ അമ്മായിയമ്മ മരിച്ച് പോവാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പം ഫോൺ കിട്ടിയിരുന്നില്ല. അവർ കൂറുമാറാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കി. അങ്ങനെയൊന്നും കൂറുമാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും. പക്ഷെ അവർ പറയുന്നത് UDF-മായി സഹകരിക്കുന്ന ആലോചിക്കുമെന്നാണ്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എത്ര പേർക്ക് മർദ്ദനം പറ്റൂ? ഞങ്ങളുടെ വനിതാ കൗൺസിലർമാർക്ക് എല്ലാവർക്കും മർദ്ദനം പറ്റും. എൻ്റെ കാല് നിങ്ങൾക്ക് കണ്ടാലേ അറിയാം. 2 കാലിലും നീരുണ്ട്. അതുപോലെ മുട്ടിന് നല്ല വേദനയുണ്ട്. ആ ടാറിട്ട റോഡിൽ MC റോഡിലേക്കാണ് എന്നെ മറിച്ചിട്ടിട്ട് വയറിൽ ചവിട്ടുന്നത്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തൊരു സംഭവമാണ്. നമ്മളെപ്പോഴും സാധാരണക്കാരുടെ കൂടെ നിൽക്കുകയും നല്ല സഹായങ്ങൾ ഈ പറയുന്ന എല്ലാവർക്കും തന്നെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ 4 കൗൺസിലർമാരടക്കമുള്ള ഇപ്പോൾ ചികിത്സയിലുണ്ട്. 3 പേര് ഇവിടെയുണ്ട്. വളരെ മോശമായിട്ടാണ്. അപ്പുറത്തെ സുമാ വിശംബരൻ്റെ നേരെയൊക്കെ ബ്ലൗസൊക്കെ വലിച്ചു പറിക്കും. നിങ്ങൾ ചെല്ലുവാണെങ്കിൽ കാണാം. അത്ര മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇവിടെയുള്ള സാധാരണ ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരാണല്ലോ പങ്കെടുക്കണേ. അപ്പോൾ ഇവർ നേരത്തെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ്. ഞാൻ ഒരിക്കലും കാണാത്ത കുറേ ആളുകൾ ഈ നേതാക്കന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ കലാരാജു പിന്നെ അവിടെ നിന്ന് നേരെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണോ എല്ലാവരും? അറിയില്ല. ഞാൻ അഡ്മിറ്റായിരുന്നു. എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. എന്നെ ആരോ ചേർന്ന് ഇവിടെ കൊണ്ടുപോയി. എനിക്ക് നല്ല വയറുവേദനയായിരുന്നു. അപ്പോൾ തന്നെ ട്രിപ്പിട്ട് ഞാൻ കാഷ്വാലിറ്റിയിലായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ടാ പോയെന്ന് ഞാൻ കണ്ടില്ല. ചെയർപേഴ്സന്റെ വാഹനത്തിലാണ് കലാരാജു അവിടെ നിന്ന്? അതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ ആ നടുക്ക് വീണു പോയായിരുന്നു. വീണു പോയി കഴിഞ്ഞാൽ പെട്ടുപോയായിരുന്നു. തീർച്ചയായും ലക്ഷ്മി, അതാണ് ഇപ്പോൾ ഇവിടെ 3 കൗൺസിലർമാരാണ് ഇവിടെ അഡ്മിറ്റ് ഉള്ളത്. നമുക്ക് വൈസ് ചെയർമാൻ കൂടി ഇവിടെയുണ്ട്. വൈസ് ചെയർമാൻ്റെ കൂടി ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കാരണം വലിയ ക്രൂരമായൊരു ആക്രമണമാണ് ഉണ്ടായത് എന്ന് പറയുകയും ചെയ്തു. വൈസ് ചെയർമാൻ്റെ കൂടി ഒരു പ്രതികരണത്തിലേക്ക് പോയാൽ ഇപ്പോൾ ഈ കൗൺസിലർമാർ ഇപ്പോൾ 3 കൗൺസിലർമാരാണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത് അല്ലേ? ഈ വലിയ രീതിയിലുള്ളൊരു സംഘടിച്ച് വരുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ശരിക്കും? അല്ല, ഞങ്ങൾ കൗൺസിലർമാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഒരു അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ഈ ടൗണിനുമായി ചുറ്റുപറ്റുള്ള ചില പാർട്ടി സഖാക്കളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുള്ളൂ. പക്ഷേ UDF ഇത് വെരി വെൽ പ്ലാനിങ് ആയിരുന്നു. MLA ഈ സമയത്ത് അവിടെ വരേണ്ട ഒരു കാര്യമില്ലല്ലോ. കാരണം ഈ കൂത്താട്ടുകുളം നഗരസഭയിൽ നടക്കുന്ന ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കകത്ത് അവിടെ MLA വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. എടക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂത്താട്ടുകുളത്ത് അവിശ്വാസ പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മുളന്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ചർച്ചയായി ബന്ധപ്പെട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ഏതായാലും സ്ത്രീകൾക്കെതിരായ ആക്രമണം അത് 2 പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബൈറ്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ പ്രതികരണം വരുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ചെയർപേഴ്സൺ വിജയ ശിവനൊപ്പം എല്ലാവരും അവിടെ പരിക്കേറ്റ് കഴിയുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ 2 ഭാഗത്തും കലാരാജുവിന് ആക്രമണമേറ്റതുപോലെ തന്നെ ഇപ്പുറത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാവുകയാണ്. ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.